നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഭാരതോപയ സ്വാഗതം. നമ്മുടെ മലേഷ്യൻ സീരീസിൻ്റെ 11ാമത്തെ എപ്പിസോഡാണിത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലേഷ്യയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോട്ടിലോട്ടാണ്. ചിൻ സ്വീ കേവ്സ് ടെമ്പിളാണത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു, കേബിൾ കാറിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ചിൻ സ്വീ കേവ്സ് ടെമ്പിളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്കലേറ്റർ വഴി ഒത്തിരി താഴത്തെത്തേണ്ടിയിരിക്കുന്നു. ഇടയ്ക്ക് ലുക്കൗട്ട് പോയിൻ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. എന്നാൽ നമുക്ക് ഇറങ്ങി നോക്കാം എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, പിന്നെ കോടയുണ്ട്, പിന്നെ നല്ല തണുപ്പാണ് ഈ ഒരു സ്ഥലത്ത്. ഏകദേശം ഒരു ചെറിയൊരു ഏരിയ മാത്രമേ ഉള്ളൂ ഈ ലുക്കൗട്ട് പോയിൻ്റ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന വഴി റോഡൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ കോടയായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, നമ്മൾ തൊട്ടടുത്തുകൂടി ഈ കേബിൾ കാർസ് പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല കോടയാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. ഇത് പുകയൊന്നുമല്ല, പുക പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി കോടയാണ്. ഈ ലുക്കൗട്ട് പോയിന്റിൽ ഏകദേശം ഒരു 5-10 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഈ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ് ഞാൻ എസ്കലേറ്റർ സ്റ്റാർട്ടിങ് മുതൽ ഞാനിവിടെ അവസാനം എത്തുന്നവരേക്കുള്ള ഫുൾ വീഡിയോസ് ഇടാത്തത്. കാര്യം ഒത്തിരി നടക്കാനുണ്ട്. ഒരു എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങുന്നു, അടുത്ത് വീണ്ടും താഴത്തേക്ക് എത്തുന്നു, വീണ്ടും ഇറങ്ങുന്നു, ഇങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിച്ചേർത്ത് ഏകദേശം ഒരു 15 മിനിറ്റോളം ഈ എസ്കലേറ്ററുള്ള യാത്ര നമ്മൾ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അങ്ങനെ നമ്മൾ ചിൻ സ്വീ കേവ്സ് ടെമ്പിളിൻ്റെ പ്രധാന കവാടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളെത്തിയിരിക്കുന്ന ടെമ്പിള് കോടയിൽ മുങ്ങി നിൽക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ വരും, അപ്പോഴത്തേക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഇവിടെ നമുക്കൊരു മിനിമം ഒരു 4-5 മണിക്കൂറൊക്കെ കാണേണ്ടതായിട്ടുണ്ട് എന്നാണ് പിന്നെ നമ്മുടെ ഗൈഡ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് സൈഡ് ആ ടെമ്പിൾ കഴിഞ്ഞാൽ ഫുള്ളങ്ങ് കൊക്കയാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡാണെന്നുണ്ടെങ്കിൽ മൊത്തം പാറക്കെട്ടുകളൊക്കെയാണ്. അവിടെയൊക്കെ നമുക്ക് കയറാൻ പറ്റും. ഇടയ്ക്കിടയ്ക്കായിട്ട് അവിടെ കയറുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ വെള്ളച്ചാട്ടവും ഇവിടെയുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് ഒരു ഗുഹ പോലെയൊക്കെ കാണുന്നുണ്ട്. അതിൽ കൂടെയൊക്കെ പോകാം, പക്ഷെ ഭയങ്കര ചെളിയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിൽ കയറി നോക്കാം. ഇടതുവശത്തെ സ്റ്റെപ്പിലൂടെ നമ്മൾ മേലോട്ട് പോവുകയാണെങ്കിൽ ഫ്രീ ചൈനീസ് കോസ്റ്റ്യൂം ഫോട്ടോഗ്രാഫി ഉണ്ട് അവിടെ. പ്രീ ബുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, തികച്ചും സൗജന്യമാണ്. നമ്മുടെ റൈറ്റ് സൈഡ് നിരനിരയായിട്ട് കിടക്കുന്ന ആ ചുമന്ന ലൈറ്റുകൾ, അത് നമ്മൾ ജലാൻ അലോറ ഫുഡ് സ്ട്രീറ്റിലും കണ്ടതാണ്. ചൈനീസിൻ്റെ സിഗ്നേച്ചറായിട്ടുള്ള ലൈറ്റാണത്. നമ്മൾ പോകെ പോകെ കോട കുറഞ്ഞു വരുന്നുണ്ട്, മാനങ്ങ് തെളിഞ്ഞു വരുന്നുണ്ട്. മലേഷ്യയിലെ പഹാങ്ങിലെ ജെന്നിങ് ഐലൻഡ്സിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. മലേഷ്യയിൽ ഒത്തിരി ചൈനീസ് ടെമ്പിൾസ് ഉണ്ടെങ്കിലും ആക്ച്വലി ചിൻ സ്വീ കേവ്സ് ടെമ്പിളാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ. അതിന് ഏറ്റവും വലിയ റീസൺ എന്നുള്ളത് ഈ ലൊക്കേഷൻ തന്നെയാണ്. കുറച്ച് സമയമായുള്ളൂ, അതിനകത്ത് തന്നെ കോട കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ വന്ന സമയം നല്ല സമയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് തൊട്ട് മുന്നേ വരെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു എന്നാണ്. ഈ ചിൻ സ്വീ കേവ്സ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് 28 ഏക്കർ പാറക്കെട്ടുകളടങ്ങിയ വനമേഖലയിലാണ്. ജെന്നിങ് ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ള ലിങ്കോ ടോങ്ങാണ് ഈ 28 ഏക്കറും സംഭാവനയായിട്ട് നൽകിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4600ഓളം അടി മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്കിത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കാം, നമ്മളെപ്പോലെ വിവിധ രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെങ്കിലും സിംഗപ്പൂർ, ചൈന, തായ്വാൻ, തായ്ലാൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ വരുന്നത് ശരിക്കും ഭക്തി കൊണ്ട് വരുന്നവരാണ്, പ്രാർത്ഥിക്കാനായിട്ട് മാത്രം വരുന്ന ആൾക്കാരാണ്. ഇതിനകത്തല്ലാതെ വേറെയും ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തും പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഇവരുടെ അമ്പലങ്ങളെല്ലാം ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഭയങ്കര കളർഫുള്ളാണ്. എന്തൊക്കെ പറഞ്ഞാൽ പ്രാധാന്യം കൂടുതൽ ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് തന്നെയാണ്. മഴയെ ആവശ്യമുള്ള സമയത്ത് വിളിക്കാനും ദുഷ്ടാത്മാക്കളൊക്കെ കീഴടക്കാനും പറ്റുന്നുള്ള ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള സിദ്ധിയുള്ള ഒരു ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിൽ വളരെ കാലമായിട്ട് ദൈവമായിട്ട് കണ്ടിരുന്ന ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാസ്റ്റർ കിങ്ഷി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഈ ക്ഷേത്രത്തിനുള്ളിൽ വച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട് പണിതൊരു ക്ഷേത്രമാണിത്.
1994 മാർച്ച് 29-നാണ് ഈ ക്ഷേത്രം ഔദ്യോഗികമായിട്ട് തുറന്നത്. അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ലിങ് ലിയോ സിക്കാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത്. ഈ പ്രദേശത്ത് ഒട്ടുമിക്ക സമയങ്ങളിലും ഇപ്പം കാണുന്ന പോലത്തുള്ള ചെറിയ കുഞ്ഞു ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അതെന്തായാലും നന്നായി. നമുക്ക് തന്നെ അറിയാം, ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ ചെന്ന സ്ഥലങ്ങളെല്ലാം ഭയങ്കര ചൂടായിരുന്നു. ചുട്ട വെയിലത്ത് നമ്മളെ കുടയില്ലാണ്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മൾ ഈ കേബിൾ കാർ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ചിൻസ്വി കേവ്സ് ടെമ്പിൾ ഇറങ്ങി നമ്മൾ ഈ ടെമ്പിൾ മൊത്തം കാണുകയാണ്. ഇവിടുന്ന് നമ്മളിൻ്റെ അടുത്ത് പോകുന്ന കാസിനോയിലാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് കാസിനോ പോയിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ പാറമലയ്ക്ക് മേളിലോട്ട് കയറാൻ പറ്റും. 2-3 സ്റ്റെപ്പായിട്ട് മേളിലോട്ടുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി സ്റ്റാച്യൂസൊക്കെ വച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള കസേര കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാച്ചു, പ്രധാനപ്പെട്ട സ്റ്റാച്ചു. കൂടാതെ ലാഫിംഗ് ബുദ്ധയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ വച്ചിട്ടുണ്ട്. നമ്മളെപ്പോലുള്ളവരാണെങ്കിൽ ഇവിടെ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഭക്തിസാന്ദ്രമായിട്ട് പ്രാർത്ഥിക്കുക വരുന്ന ഒത്തിരി ആൾക്കാരിവിടെ കാണുന്നുണ്ട്. അവർ ഇതിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. നമ്മൾ വന്നപ്പോൾ കോടയിൽ മുങ്ങി നിന്ന് ആ ചിൻസ്വി കേവ്സ് ടെമ്പിളിൻ്റെ നല്ല ക്ലിയറായിട്ടുള്ള ദൃശ്യം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വലതുവശത്ത് വലിയ കൊക്കയാണ്, അത് മൊത്തം മഴക്കാടുകളാണ്. ഒത്തിരി വന്യജീവികൾ ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ കൂടെ വരുന്ന റോഡ് കാണാൻ പറ്റുന്നുണ്ട്. ഹെയർ പിന്നാണ്. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഇത് ക്ഷേത്രമല്ല, ഇത് ശരിക്കും വാഷ്റൂമാണ്. ഇതിനുള്ളിൽ നമുക്ക് ഫ്രഷ് ആകാനായിട്ട് പോകേണ്ടവർക്കൊക്കെ പോയി ഫ്രഷായിട്ട് വരാം. എൻട്രി ഫീ ഒന്നുമില്ല ഇതിനകത്ത് കയറുവാനായിട്ട്. അങ്ങനെ നമ്മൾ ലോക പ്രശസ്തമായിട്ടുള്ള മലേഷ്യയിലെ ചിൻസ്വി കേവ്സ് ടെമ്പിൾ കണ്ടിരിക്കുകയാണ്. നമുക്കിനി പോകേണ്ടത് കാസിനോയിലാണ്. ഇവിടെ നിന്ന് ഏകദേശം 15 മിനിറ്റ് ഉണ്ട് കാസിനോയിലായിട്ടുള്ള ദൂരം. കേബിൾ കാറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.